ഗൈസ് നമ്മൾ മൈസൂറായിട്ടുള്ളത്. ഇവിടെ നല്ലൊരു അടിപൊളി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. വലിയ പൂക്കളും പച്ചക്കറികളും സംഭവങ്ങളും എല്ലാം ഉള്ള ആ ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. ഒന്ന് ഈ കണ്ടു കിട്ടോ. അടിപൊളി വൈബാണ് അവിടെ. ഇത് മൈസൂറാണുള്ളത്. ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കല്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ചെറിയൊരു സ്ട്രീറ്റാണ്. അവിടെയൊക്കെ ഇങ്ങനെ പൂവുകളും സാധനങ്ങളും എല്ലാവരും ഫുൾ ബിസിയാണ്. ഏതല്ലേ നൈസ്. ഇവിടെയൊക്കെ പൂ വെക്കുന്ന നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം. കണ്ടതൊക്കെ പൂ വെക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി നോക്കാം. ഇതാണ്ടോ പൂവുകളൊക്കെ എന്തൊക്കെ മോഡല്. റോസാപ്പൂക്കൾ. എൻ്റെ മോനത് ഒറിജിനൽ റോസാപ്പൂവൊക്കെ കേട്ടോ. നോക്കി ഏതാ റോസാപ്പൂ കാണാൻ. ഫുള്ള് റോസാപ്പൂവാണ്. കിലോ 80. 1 കിലോ 80 റുപ്യാണ് പൂവിന്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മല്ലിപ്പൂവ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 40 റുപ്യാണ് എന്നാ പറഞ്ഞ കേട്ടോ. ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളാട്ടോ. നല്ല അടിപൊളി റോസാപ്പൂ ഇവിടെ വെച്ചിട്ടുണ്ട്. നൈസ് റോസാപ്പൂവ്. ഈ പൂവിൻ്റെ ഇത് മല്ലിപ്പൂവാ. ചമന്തിപ്പൂ. ഇതാണ് ചമന്തിപ്പൂ. ഇത് റോസാപ്പൂ. പിന്നെ ഫുള്ള് ഫ്രൂട്ട്സും സംഭവങ്ങളും തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം എങ്ങനെ ഉണ്ട് എന്നറിയാലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് നോക്കി വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി വെച്ചുക. കിലോ 1 കിലോ ഹൗ മച്ച്? ഓ ബിഗ് വൺ. ഓക്കെ താങ്ക് യു ബ്രോ. ഇന്നത്തെ വാഴക്കൊലയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങോട്ട് ഫുള്ള് പൂവാണ്. ഇതിങ്ങനെ ചുറ്റി വെച്ച് കണ്ടോ. അടച്ചോനെ ഞാൻ ബേഗുമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുടുങ്ങി. ഭയങ്കര തിരക്കാണ്. അവിടെ പൊടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്താ തിരക്ക് നോക്കവിടെ. പെരും തിരക്കാട്ടോ. ഇതവിടെ പൂ വാരി കൊടുത്ത് തൂക്കുന്നത്. അത് നല്ല ഫേമസ് പൂവാന്ന് തോന്നുന്നുണ്ട്. ഓ എൻ്റെ മോനെ ഇതൊരു ലോകാണ് കേട്ടോ. പൂ ഇവിടെ പൂ മാത്രമേ ഉള്ളൂ. എൻ്റെ മോനെ ഏതൊക്കെ കളർ പൂവുകളാ. ഇവിടെ മുല്ലപ്പൂ തൂക്കി കൊടുക്കുന്നത്. ഹൗ മച്ച് കിലോ ഹൗ മച്ച്? 400 रुपया. 400 रुपया 40 रुपया. एक किलो कितना भैया? 700. 1 കിലോ. മുല്ലപ്പൂവ് 700 റുപ്യ 1 കിലോ തന്നെ. ഇത് ഫുള്ള് മുല്ലപ്പൂവിൻ്റെ ഏരിയ ഉണ്ടോ. പൂവ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കത്തിയൊക്കെ വെക്കുന്നുണ്ട്. യാ മോനെ ഏതാ നോക്ക്. പൂവാണ് ഇവിടെ മെയിനായിട്ട് കേട്ടോ. അതും കുറച്ചൊന്നല്ല പൂവുള്ളത്. ഇങ്ങോട്ട് ഫുള്ള് വന്നിട്ടുണ്ടെങ്കിൽ പച്ചക്കറി. ഞാൻ പച്ചക്കറി ഏരിയയിലേക്ക് പോകുന്നില്ല. ഞാനില്ല പൂവിൻ്റെ സെക്ഷനിൽ തന്നെ ഒന്ന് പോയി നോക്കാം. ഏതാ ഭംഗി നോക്കില്ലേ കാണാൻ. ഒറിജിനൽ പൂവാണ് കേട്ടോ. ബസ് ചെക്കറിന ഒറിജിനൽ പൂവാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് തൂക്കിയിട്ടിരിക്കുന്ന കണ്ടത് ഒറിജിനൽ പൂവ്. ഇതാ ഇവിടെ കോർക്കുന്നുണ്ട്. ഓക്കെ ഇതാണ്ടോ ഈ പൂവിലാണ് ഈ റോസാപ്പൂ ഇങ്ങനെ കോർത്തെടുക്കുന്ന മൂപ്പര്. അങ്ങനെ കോർത്തെടുക്കുന്നൊന്ന് ജസ്റ്റ് കാണാൻ പറ്റുമോ അറിയില്ല. നോക്കി നോക്കാം. മൂപ്പരുണ്ട് അതിൽ കോർക്കാനുള്ള പരിപാടിയാണ്. बाद में ये इसमें डाल देगा. കണ്ടോ പൂ കോർക്കുന്ന. യാ മോനെ കണ്ടോ നൈസല്ലേ കൈ. പൂ കോർക്കുന്ന നൈസായില്ലേ. എന്നിട്ട് വലിയ മാലയാണ്. ഓ കിतना पैसा है? सेम 1 रोल पूरा. पैसा बड़ा बनाते हैं. हाँ ये बड़ा कितना पैसा है? 1,500 रुपये.
1500. ओके, थैंक यू ब्रो। मेरे को एक यूट्यूब चैनल है, उसमें डालने के लिए वीडियो खींच रहा हूँ। मुश्किल नहीं है ना? वो यूट्यूब चैनल का नाम है ना कुल्लू ब्लॉग्स है, चेक करना आप। आपका कल वीडियो आ जाएगा। नहीं तो आपका व्हाट्सअप नंबर दे दो, मैं भेजेगा कल। मैं शाम को भेजेगा, ठीक है? ओके, थैंक यू भैया। हाँ हाँ, യൂട്യൂബ് में सही है ना? अच्छा बनाता है ना? ओके. ഇത് കണ്ട് ഈ പൂവിന് 1500 റുപ്യാണ് കേട്ടോ പറഞ്ഞത്. ഇത്രയും വലിയ പൂവ് ഇവിടെ ചെറിയ ചെറിയ കല്യാണങ്ങൾക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും വാങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ബിസിയാണ്, ബിസി. എല്ലാവരും പൈസ ഉണ്ടാക്കുക, രക്ഷപ്പെടാനുള്ള ആൾക്കാർ. ഒച്ചപ്പാട് വെള്ളങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇതാ ഈ പൂ കിലോ കിത്ര? 300 किलो 30 रुपीज़. हाँ, ओके ओके ओके, थैंक यू. ഇങ്ങോട്ട് നോക്കി ഏതാ സെറ്റപ്പ് പൂക്കൾ. ഓ എൻ്റെ മോനെ, ചേട്ടാ ഇടിക്കല്ലേ, ചേട്ടാ ഇടിക്കല്ലേ ചേട്ടാ. ബേക്കിൽ ആൾക്കാർ വന്ന് എന്നെ ഇടിക്കാൻ നോക്കുന്നുണ്ട്. ഓ, ഈ സൈഡ് കഴിഞ്ഞ് നമുക്ക് വേറെ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഈ പൂ ഇങ്ങനെ കോർക്കുന്നില്ലേ. കിത്ര പൈസ? 200? नहीं नहीं, बस मेरे को मालूम होना चाहिए इसलिए. ഫ്രണ്ട് ആ रहा. ഓക്കെ, താങ്ക് യു ബ്രോ. ഇതുണ്ടോ, ഇതിങ്ങനെ മെടഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയിൽ യെല്ലോ. ദിസ് വൺ റോസ് है? ये रोज है ना? रोज ഉണ്ടോ? अच्छा है ना? आएगा कल वीडियो आएगा. ഓ, ചേച്ചി ആ പൂവ് തട്ടിയിട്ട് പോയപ്പോൾ പറയുന്നുണ്ട്, മാഡം മാഡം തട്ടല്ലേ മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. നൈസ് വൈബാട്ടോ. എൻ്റെ ബേക്കിൽ ഒരാൾ വന്നിട്ടേ വഴിമാറെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കൊരു പണിയാ, നേരെ ഉള്ളിലേക്ക് പോകണോ? ഇവിടെയൊക്കെ പൂക്കച്ചവടം. ഇങ്ങോട്ട് നോക്കും മക്കളെ, പുള്ളി ഏതാ നൈസ്. ഈ ഫോട്ടോ എടുക്കല്ലേ. അടിപൊളി. അങ്ങനെ നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഫുള്ള് പുകല കച്ചവടമാണ് കേട്ടോ. ഫുള്ള് പുകല കച്ചവടം. അങ്ങോട്ടാണ് ശരിക്കും തിരക്കുള്ള. ഇവിടെ ഒന്നും വലിയ തിരക്കില്ല. ഇവിടെ തിരക്കില്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ പൂവുകൾ ഇങ്ങനെ ആൾക്കാർ നിന്ന് കൊളക്ട് അതിങ്ങനെ കോർക്കുകയാണ്. ഓരോ ആൾക്കാരും ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. ഏതാ പൊള്ളിയില്ലേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ശർക്കരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ പൊരി ശർക്കര. കിतना पैसा भैया? भैया 120 120 रुपये. 1 किलो है? ആ, 1 കിലോയിൽ കൂടുതലുണ്ട് ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മളെ പൊരിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കച്ചവടക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ നമുക്ക് ഇതിൽ തന്നെ പോയി നോക്കാം. കുറേ കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ പൊടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് പുറത്തേക്കാവുക, നമുക്ക് ഇതിൽ തന്നെ പോവാം. അതിൻ്റെ മേൽക്കൂരയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? പൊള്ളിയാണ്. ഇവിടെയൊക്കെ ഫ്രൂട്ട്സിൻ്റെ ആൾക്കാരായിട്ടുള്ള, ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ആൾക്കാരാണുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഫുള്ള് പഴങ്ങളാണ് കേട്ടോ. ഇതുണ്ടല്ലോ ചെറുപഴം. ദിസ് വൺ മൈസൂർ പൂവൻ. കിतना पैसा? 150 किलो 120 किलो. ഇത് 120. ഇത് എത്ര? 150 റുപ്യ കിലോ എന്നാട്ടോ. പച്ച 160 150. ആ, ഓക്കെ, ആയേക്കാം. ഇവിടെയൊക്കെ ഫുള്ള് ഫ്രൂട്ട്സ് ആണ് കേട്ടോ വെച്ചിട്ട് വെക്കുന്ന. ഫുൾ പഴങ്ങളാണ് കൂടുതലുള്ള. നല്ല അടിപൊളി മൈസൂർ പൂവനാണ് ഇവിടെ ഫുള്ള് വെച്ചിട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടാണ്. ഇരുട്ടിക്കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത്. ഉള്ളി സാധനങ്ങൾ, തേങ്ങ, ഉള്ളി, പച്ചക്കറി സാധനങ്ങളാണ് ഫുള്ള് വെക്കുന്നത്. ഈ വെണ്ട എത്ര?
30 രൂപ കിലോ. 30 റുപ്യ കിലോ. ഇതൊക്കെ 30 രൂപ വെണ്ടക്ക കിലോ. 30 റുപ്യ. നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ഇഷ്ടംമാതിരി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര കിത്തന പയ്യ നിറച്ച് ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ആടില്ല. ഫുൾ പച്ചക്കറി കടകൾ. ഇവിടെ കക്കിരി കക്കി കിത്തന പയ്യ 30 റുപ്യ. നല്ല അടിപൊളി കക്കിരി. അതാണ് ഇവര് വില കുറവല്ലേ, ഇവരെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമല്ലേ. നമ്മളെ നാട്ടിൽ ഇതിൻ്റെ ഡബിളായിരിക്കും. ആ സൈഡിൽ അമ്പ ഇങ്ങോട്ട് നീണ്ട് കിടക്കുകയാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട്. തക്കാളി എത്ര രൂപ വെച്ചോ? തക്കാളി അല്ലേ എത്ര റുപ്യ തക്കാളി? 15 റുപ്യ ഉള്ളൂ കേട്ടോ. 15 റുപ്യക്ക് ഇങ്ങോട്ട് നോക്ക് തക്കാളി കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? 15 റുപ്യക്ക് തക്കാളി. നാട്ടിൽ എത്ര റുപ്യ? 50 റുപ്യ, 35 റുപ്യ, 70 റുപ്യക്കാണ് തക്കാളിക്ക് വരുന്നൊരു വില. എന്താ അല്ലേ, നൈസാണ് നൈസ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ളവർക്ക് എന്തൊരു സുഖമുണ്ട്. നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ നാടിനൊരു സമ്പത്താവും. എല്ലാം കൊണ്ടും നാടിനൊരു എന്താകുന്ന പറയാ, നാടിനൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് പുറത്തിറങ്ങാം കേട്ടോ. ഇതെങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കുറേ നടന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ മറക്കാണ്ട്. ഓക്കെ ഗൈസ്, പുറത്തിറങ്ങിയാൽ തന്നെയാണ് കേട്ടോ അവസ്ഥ. ഫുള്ള് എല്ലായിടത്തും കച്ചവടക്കാർ തന്നെ ഉള്ളൂ. ഫ്രൂട്ട്സ് വിൽക്കുന്നവർ, പൂ വിൽക്കുന്നവർ, വാഴപ്പഴം വിൽക്കുന്നവർ. പുറത്ത് നല്ല കാറ്റ്, അതിൻ്റെ ഉള്ളിൽ ചൂട്. ഇതാണ്ടല്ലേ പേരക്കൊക്കെ വിൽക്കുന്നുണ്ടോ? നൈസ് പേരക്ക. ഇതിലെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് വാഴപ്പഴങ്ങളാണ് ഇവർ വിൽക്കുന്നത്. ഉണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് വാഴപ്പഴങ്ങൾ വിറ്റങ്ങനെ പോവാ. അതിനിടയ്ക്ക് അവിടെ ഷമാമ വെക്കുന്നുണ്ട്. രണ്ട് സൈഡ് വാഴപ്പഴം ഇവർ നല്ല കഴിക്കുന്നു. ഈ എത്ര പൈസ? 40 കിലോ 40 റുപ്യ. നല്ല അടിപൊളി ഷർബത്തലി ബനാന എന്ന് പറയുന്ന സാധനമല്ലേ, ആ ബനാന. പുറത്ത് ഒരേ അവസ്ഥ തന്നെയാണ് കേട്ടോ. അടിപൊളി കച്ചവടക്കാരാണ് ഫുള്ളുള്ളത്. എല്ലായിടത്തും ആരും വെറുതെ നിൽക്കുന്നില്ല. പണിയെടുക്കുക, പണമുണ്ടാക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥലത്തെത്തിട്ടോ. ദിസ് ഈസ് മൈ സ്പോട്ട്. ഇവിടെയൊക്കെ ഫുള്ള് തന്നെയാണ് സംഭവം. മക്കളെ ഉണ്ടോ എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സംഭവം ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങോട്ട് എടുത്ത് നമ്മൾ കുടിക്കാൻ. ഇതവിടെ പാനിപ്പൂരിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ, ഓറഞ്ച്, വത്തക്ക. നൈസായില്ല ഗൈസ്, സംഭവം സെറ്റല്ലേ? ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളിട്ടോ. വീഡിയോ അടിപൊളി വീഡിയോസൊക്കെ ഇനി മുമ്പ് ഞാൻ വരുന്നതായിരിക്കും. നമ്മൾ ഫുൾ ട്രാവൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്. ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ.